അപ്പോൾ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ, സിലിണ്ടർ പ്ലാൻ എലിവേഷനൊക്കെ വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ പെൻസിലാണെന്നില്ല എന്തൊക്കെ കിട്ടി. നോക്കിയോ, ഐസോമെട്രിക് വ്യൂ ഓഫ് എ സിലിണ്ടർ. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 40. സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 40 ആണ്, ലെന്ത് 60 ആണ്. അപ്പോൾ സിലിണ്ടർ നമുക്ക് ഇപ്പോൾ എച്ച് പിയിലിരിക്കുന്ന പോലെ തന്നെ ഇരിക്കാം. ഇഫ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കിൾ ഓഫ് സർക്കുലർ ബേസ്. അപ്പോൾ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുവാണല്ലേ, അപ്പോൾ താഴെ സർക്കിൾ മുകളിലെ സർക്കിൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 40, ഹൈറ്റ് 60. ഇത് 60, ഡയമീറ്റർ 40. അപ്പോൾ നമുക്ക് പ്ലാനും വരയ്ക്കണം, എലിവേഷനും വരയ്ക്കണം. അപ്പോൾ എലിവേഷൻ ഇവിടെ കിട്ടും, പ്ലാൻ ഇവിടെ, എക്സോ ലൈൻ ഇവിടെ കിടക്കും. അപ്പോൾ അത് വരച്ചതിന് ശേഷം നമുക്ക് എന്തിനെക്കുറിച്ച് ആലോചിക്കാം, ഐസോമെട്രിക് വ്യൂവിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു എക്സോ ലൈൻ വരച്ചിട്ട് അതിന് സിലിണ്ടറിൻ്റെ പ്ലാനും എലിവേഷനും വരയ്ക്കുക. ഇവിടെ വരയ്ക്കുക എക്സ് വൈ ലൈൻ. സിലിണ്ടറിൻ്റെ പ്ലാനും എലിവേഷൻ വരയ്ക്കണമെങ്കിൽ ബേസിൻ്റെ ഡയമീറ്റർ 40 ആണ്. അപ്പോൾ 40യുടെ പകുതി 20 അഥവാ 2 സെൻറ്റിമീറ്റർ. 20 എടുത്തു, ഇവിടെ കുത്തി. എനിക്ക് സർക്കിളായിരിക്കുമല്ലോ കാണാൻ പറ്റുന്ന ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത് സർക്കിളായിരിക്കും. ഇപ്പോൾ 2 സർക്കിൾ, മുകളിലെ സർക്കിളുണ്ട്, താഴെ സർക്കിളുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഡാർക്കാക്കി വരയ്ക്കുക, അതുകൊണ്ട് കട്ടിക്ക് വരയ്ക്കുക. എന്നിട്ട് 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടാൽ മതി. ഇവിടെ നമുക്ക് വേറെ ചരിക്കുകയും മറിക്കുകയൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് വരച്ച് വ്യൂ മാത്രം വരച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് 4 ഈക്വൽ പാർട്സ് ആക്കി ഇടുക. എ ബി സി ഡി. നമുക്ക് ഓർത്തോഗ്രാഫിക് വ്യൂ ആണെന്ന് അറിയാൻ വേണ്ടി ബേസിലെ പോയിൻറ്റ്സ് എ ബി സി ഡി. ഇപ്പോൾ ടോപ്പിലെ പോയിൻറ്റ്സ് ഞാൻ 1 2 3 4 എന്നിടുന്നു. ഞാൻ ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ല, കാര്യം എനിക്കറിയാം 1 2 3 4 മുകളിലത്തെ ആണെന്നും എ ബി സി ഡി താഴത്തെ ആണെന്നും. പിന്നെ ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല. O1 O2 എന്ന് പറയുന്ന ആക്സസ്, താഴത്തെ പോയിൻ്റ് O1ഉം മുകളിലത്തെ പോയിൻ്റ് O2ഉം. അപ്പോൾ ഞാനിത് ജനറേറ്ററിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങനെ അങ്ങ് വരയ്ക്കുക. അപ്പോൾ എക്സോ ലൈനിൽ മുട്ടുന്ന പോയിൻ്റ് O1' ഇട്ടു. ഹൈറ്റ് എത്രയാണ്, 60 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 എന്ന് പറയുന്നത് മെഷർ ചെയ്ത് നമ്മൾ O2' അവിടെ മാർക്ക് ചെയ്തിട്ടു. അപ്പോൾ O2'ലായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്ന നമ്മുടെ സർഫസ് വന്ന് എൻഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് നേരെ മുകളിൽ പോയി, A1 നേരെ മുകളിൽ പോയി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ബേസിൽ A' മാർക്ക് ചെയ്യാം, മുകളിലത്തെ സർഫസിൽ 1' മാർക്ക് ചെയ്യാം. B2 ഇവിടെ B', ഇവിടെ എന്താണ് 2. ഇതൊക്കെ ജനറേറ്റേഴ്സാണല്ലേ. D4 അതേ ഇതിൽ തന്നെ നടക്കും. അപ്പോൾ ഇവിടെ തന്നെ D4' വരും, ഇവിടെ തന്നെ 4' വരും. നെക്സ്റ്റ് C3. അപ്പോൾ ഇവിടെ C' വരും, ഇവിടെ എന്ത് വരും, 3' വരും ആണല്ലോ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഡാർക്കൺ ചെയ്യുകയാണെങ്കിൽ ഔട്ടർ സർഫസ് മാത്രം എന്ത് ചെയ്താൽ മതി, ഡാർക്കൺ ചെയ്താൽ മതി. കാര്യം ഇടയ്ക്ക് എഡ്ജസ് ഒന്നും നമ്മുടെ സിലിണ്ടറിനോ കോണിനോ ഉണ്ടാവില്ല. അവിടെ നമ്മൾ ജനറേറ്റേഴ്സ് വരച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ പ്രൊജക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇത് സർക്കിളും ഡാർക്കായിട്ട് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണമെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഈ എലിവേഷനിൽ ഏത് സർഫസാണെന്ന് നോക്കും. താഴെ ഇരിക്കുന്ന സർഫസാണ്, ഈ സർഫസാണ് താഴെ ഇരിക്കുന്നത്. എ ബി സി ഡി എന്ന് പറയുന്നതാണ് ഈ സർഫസ്. അത് സർക്കിളാണ്. അപ്പോൾ സർക്കിളിന് നമ്മൾ എന്തിനകത്താക്കുന്നു, ഒരു ബോക്സിനകത്ത് ആക്കുന്നു. സർക്കിളിനെ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുമ്പോൾ അത് സ്ക്വയറായിട്ട് വരും, ബോക്സിനകത്താക്കുന്നു. ഇപ്പോൾ 1 2 3 4. അതിന് ഞാൻ വേറെ 1 2 3 4 എന്ന് തന്നെ കൊടുക്കുന്നത്. ഈ ബോക്സ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും ഇപ്പോൾ നോക്കണ്ട. 1 2 3 4 എന്ന് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഞാൻ ഈ ബോക്സിനെയാണ് എന്താണ് ഐസോമെട്രിക് വ്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഞാനിവിടെ എടുത്തു. ഇനി എന്താണ് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, 30 ഡിഗ്രി വരയ്ക്കണം ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊട്രാക്ട് എടുത്ത് കറക്റ്റ് വെച്ചു. 0 10 20 30 ഉണ്ട്, അവിടെ 30 മാർക്ക് ചെയ്തു. ഇവിടെ 0 10 20 30 എന്ത് ചെയ്തു, 30 മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 1 എന്ന് പറയുന്ന പോയിൻറ്റും ഇതും കൂടി ഒരു ലൈൻ അങ്ങ് വരച്ചിട്ടു. ഈ 1 എന്ന് പറയുന്ന പോയിൻറ്റും ഇതിൽ കൂടി ഒരു ലൈൻ അങ്ങ് വരച്ചിട്ടു. നെക്സ്റ്റ് ഇനി അടുത്തത് ഈ 1-ൽ നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 1 നിന്ന് 2 വരെ ഡിസ്റ്റൻസ് എടുക്കുക, 2 മാർക്ക് ചെയ്യാം. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. 1-ൽ നിന്ന് 4 വരെ ഡിസ്റ്റൻസ് എടുക്കുക, 1-ൽ നിന്ന് 4 വരെ ഡിസ്റ്റൻസ് എടുക്കുക, 4 മാർക്ക് ചെയ്യാം. ഇത് 30 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4-ൽ നിന്ന് 3 ഉണ്ട്, 2-ൽ നിന്ന് 3 ഉണ്ട്. അപ്പോൾ 2-ൽ നിന്ന് 3 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നോക്കുക. അപ്പോൾ 2-ൽ വെക്കുക,
ആർക്ക് കട്ട് ചെയ്യുക. 4 നിന്ന് 3 വരെ ഡിസ്റ്റൻസ് എടുക്കുക, 4 വെക്കുക, ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ ഡിസ്റ്റൻസുകളും അത് തന്നെയാണ് കിട്ടിയത്. അതാണ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വരച്ചാൽ മതി. 3 എന്ന് വരച്ചു. എന്നിട്ട് നമ്മളെന്താണ് 4ഉം 3യും കൂടി കണക്ട് ചെയ്തു, 2ഉം 3യും കൂടിയും കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി വന്നു, ഒരു റെക്റ്റാങ്കിളായി സ്ക്വയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയി വന്നു. ഈ സ്ക്വയറിനകത്ത് നമ്മൾ സർക്കിളാണ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ എലിപ്സ് ആകും. എലിപ്സ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, സെൻറ്റർ ഡിസ്റ്റൻസ്. അതായത് നമുക്ക് അപ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ 1ൽ നിന്നാണ് ഈ ഓപ്പോസിറ്റ് എഡ്ജസിലേക്ക് എന്ത് വരയ്ക്കേണ്ടത്, എലിപ്സ് ആകുമ്പോൾ ഓപ്പോസിറ്റ് എഡ്ജസിലേക്ക് ലൈൻസ് വരയ്ക്കേണ്ടത്. അപ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ 3 4 അല്ലെങ്കിൽ 4 3യും 2 3യും അതിൻ്റെ നടുക്ക് കണ്ടുപിടിക്കാൻ 4 3യുടെ നടുക്ക് കണ്ടുപിടിക്കാൻ 4 3യുടെ നടുക്കായിട്ടുള്ള ഡിസ്റ്റൻസ് 4ൽ നിന്നാണ് മാർക്ക് ചെയ്താൽ അവിടെ കിട്ടും. പിന്നെ 2 3 നടുക്ക് കണ്ടുപിടിക്കാൻ 2 3 എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നടുക്കത്തേക്ക് ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും, നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് തന്നെ ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും. അപ്പോൾ ആ 2 പോയിൻറ്റ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1ൽ നിന്ന് ലൈൻസ് വരയ്ക്കുന്നു. എലിപ്സ് വരയ്ക്കാൻ വേണ്ടിയാണ് ആ പരിപാടി ചെയ്യുന്നത്. ലൈൻസ് വരച്ചു. എന്നിട്ട് 3ൽ നിന്ന് അതേപോലെ 4 1ൻ്റെ സെൻറ്ററിലേക്കും 2 1ൻ്റെ സെൻറ്റർ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 എഡ്ജസ് ഉണ്ടല്ലോ, ഈ എഡ്ജസിൻ്റെ സെൻറ്ററിലേക്കും. അപ്പോൾ 4 1 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 4 1ൻ്റെ സെൻറ്റർ, അതായത് ഇത് 4 1ൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 1 2ൻ്റെ സെൻറ്റർ, 1 2 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. 1 2ൻ്റെ സെൻറ്റർ ബി ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പോയിൻറ്റ്സ് കിട്ടി. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്ത് കണക്ട് ചെയ്തു. വേണമെങ്കിൽ ABCD എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇവിടെ മാർക്ക് ചെയ്തേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തത്. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം, 1 എന്ന് പറയുന്ന പോയിന്റ് കുത്തുക, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കുക, ഇതിവിടെ നിന്ന് വരെ. ഓക്കെ, ഞാനിതൊന്ന് ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഇതിട്ട് വരയ്ക്കാം. കാര്യം ഇതിട്ട് കൂടി നല്ലതാണ്, ഒരു സ്മൂത്ത് കർവ് കിട്ടും. നമുക്ക് അല്പം കൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു കർവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ പോയിൻ്റ് എക്സ്ട്രാ ഡാർക്കായി പോടെ പോട്ടെ. പിന്നെ അടുത്തെന്താ, ഇവിടെ നിന്ന് 3ൽ വെച്ചിട്ട് ഇതിൽ HB ആണ്ടാ കിടക്കുന്നത്. HBക്ക് മുകളിലുള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ അധികം പ്രഷർ കൊടുക്കാതെ വരയ്ക്കുന്നത് കേട്ടോ, എന്നാലും ഡാർക്ക്നെസ് ഉണ്ടോ, ഭയങ്കരമായി പോയി. നെക്സ്റ്റ് ഇവിടെ നടുക്ക് വെച്ച് നമ്മൾ കോൺ വരച്ചല്ലേ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് എലിപ്സ് എങ്ങനെ വരയ്ക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ സെൻറ്റർ വരച്ചിട്ട് ബാക്കി ഇത് കണക്ട് ചെയ്യുക. അവിടെ കറക്റ്റാവും. ഇവിടെ തുടങ്ങിയാൽ അവിടെ അവസാനിക്കുക. ഇങ്ങനെയായിട്ട് വരയ്ക്കരുത്. അതേപോലെ ഇത് ഇവിടെ ഒത്തിരി പ്രശ്നമുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരയ്ക്കണം. നമുക്ക് ഡാർക്ക് ഇത് വെച്ച് ചെയ്യാം, പേന വെച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഡാർക്കാക്കിയെന്ന് സങ്കല്പിച്ചാൽ മതി. പിന്നെ ഇവിടെ നിന്ന് എന്താണ് ഹൈറ്റ് എത്ര, അപ്പോൾ ഈ സർഫസ് കഴിഞ്ഞു. പിന്നെ അടുത്ത ഈ സർഫസ്, ഇതിനിടയ്ക്കുള്ള ഹൈറ്റ് എത്രയാണ്, 60 mm ആണ്. അപ്പോൾ 60 mm ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും വെച്ചിട്ട് 60 mm ഞാൻ എന്ത് ചെയ്യണം, മേളിലേക്ക് എടുക്കണം. ഇവിടെ 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 ഇവിടം വരെ വരും. എന്നിട്ട് അതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ അത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്തെടുക്കുക, ജോയിൻ ചെയ്തെടുക്കുക. ഞാൻ എന്തിനു ഇത് വരച്ച, ചുമ്മാ അങ്ങ് വരച്ചു പോയതാ കേട്ടോ, അപ്പെക്സ് ഉണ്ടെന്നും പറഞ്ഞ്. പോട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ നമുക്ക് എലിപ്സാണ് വേണ്ടി അല്ലേ,
അപ്പോൾ എലിപ്സാണ് വേണ്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ഇപ്പോൾ സർഫസ് നോക്കിയത് എന്താണ്, ഈ 1 2 3 4 എന്ന് പറയുന്ന ഈ സാധനം തന്നെയാണ്. 1 2 3 4 ഈ ഒരു റെക്റ്റാങ്കിൾ ഈ സ്ക്വയർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ സ്ക്വയറിനകത്താണ് ഈ അകത്തുള്ള 1 അതുകൊണ്ട് ഈ 1 ഈ 2 ഈ 3 ഈ 4 അതെങ്ങനെ വന്നതാണ് ഈ 1 -2 -3 -4 അപ്പോൾ അകത്തുള്ള 1 2 3 എന്ന് പറഞ്ഞാൽ സർക്കുലർ പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സാണ് ഇവിടെ എലിപ്സായിട്ട് മാറി വരുന്നത്. ആ പോയിൻറ്റ്സിൻ്റെ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ കർവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എലിപ്സായിട്ട് മാറി വരുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞോല്ലേ ഈ ഇവിടെ നിങ്ങൾ ഇവിടെ വെച്ചങ്ങ് സങ്കല്പിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ വെച്ചൊരു ലൈൻ തുടങ്ങിയെന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജായിട്ടുള്ള 4 3യിലേക്കും 2 3യിലെയും സെൻറ്ററിലേക്ക് എന്ത് ചെയ്യണം? ലൈൻസ് വരയ്ക്കണം. അപ്പോൾ സെൻറ്റർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാ സ്ഥലത്തും അത് തന്നെ. അപ്പോൾ ഇതെടുക്കുക, എല്ലാത്തിൻ്റെയും സെൻറ്റേഴ്സ് ഞാൻ ആദ്യമേ കണ്ടുപിടിച്ച് വയ്ക്കുന്നു. ചെറിയ ഡിഫറൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുക, ഒന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾക്ക് ഇതാണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ, അടുത്തത് ഇതിൻ്റെ സെൻറ്റർ, എന്നിട്ട് ഇതിൻ്റെ 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റേഴ്സിലേക്ക്. എന്നിട്ട് മുന്നിൽ വയ്ക്കുക. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വരച്ചാൽ മതി. മേളം താഴേക്ക്. ഇതേപോലെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കറക്റ്റ് മുട്ടാതേക്ക് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡ് ഇങ്ങനെ എടുത്തിട്ട് അടുത്ത സൈഡ് ഇവിടെ നിന്ന് ഈ കറക്റ്റ് മുകളിൽ കിട്ടുന്നില്ല, അതാ പ്രശ്നം. മുകളിൽ കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ഈ സാധനം എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കറിയാമല്ലോ, ഇത് കണ്ടിന്യൂസ് കർവായിട്ട് പോവുകയാണെങ്കിൽ ഇത് ഏത് പാത്തിൽ പോയി ഇവിടെ മുട്ടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ മുട്ടിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നമുക്ക് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? പെർമിഷൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. എവിടെ ആണോ? ഓക്കെ. ഇനി ഇതിൻ്റെ 2 സൈഡും എന്തായിട്ട് ടാൻജൻസ് മാത്രം പുറത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്താണ് ടാൻജൻസ് കൊടുത്തുവിടുക. ഇവിടെ കറക്റ്റായിട്ട് വന്നായിരുന്നു. പക്ഷേ അകത്ത് നമുക്ക് ഇന്നർ സൈഡ് എന്താ വരേണ്ടത്? ഇത്രയും പോർഷൻ ഡോട്ടഡ്, ഇന്നർ സൈഡ് ഡോട്ടഡ് വരേണ്ടത്. അയ്യോ, നേരത്തെ നമ്മൾ വരച്ചപ്പോൾ ഡോട്ടഡ് വരച്ചില്ലല്ലോ. വരച്ചു. ഓക്കെ, ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഇന്നർ സൈഡ് ഡോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാനിതെന്ത് ചെയ്യുന്നു? ഡാർക്ക് ആക്കാനുള്ള ജസ്റ്റ് ഡാർക്ക് ആക്കാൻ, എക്സ്ട്രാ ഡാർക്ക് ആക്കാൻ പോവാം ഞാൻ. ഇത് വെച്ചിട്ട് എക്സ്ട്രാ ഡാർക്ക് ആക്കാൻ പോവാം. നോക്കിയോ, കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ വരച്ചതിൻ്റെ വൃത്തിയോട് മാറാൻ. പേന വെച്ച് വരച്ച് ഇത്രയും ഡാർക്ക്നെസ് വരത്തില്ലായിരുന്നു. ഇത് ഇവിടെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടത്തില്ല. ആണോ? അപ്പോൾ ഇന്നർ സൈഡ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇങ്ങനെ മാച്ചളഞ്ഞിട്ട് അത് തന്നെ ഡോട്ടഡ് ആക്കി എടുക്കാം. ഇനി എന്തുവാ? മുകളിൽ ഫുള്ള് ആ സർഫസ് ഫുള്ള് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്താൽ മതി? ഡാർക്കായിട്ട് തന്നെ, ഡാർക്ക് കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കാണുന്നില്ല അവിടെ ഒന്നും, അത് അപ്പുറത്തോട്ട് മാറിപ്പോകുന്നു. വയസ്സായി കണ്ണടിച്ച് പോയതാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ലൈൻ O1, ഇതിൻ്റെ സെൻറ്റർ O2. ഡയഗണൽസ് വരച്ചാൽ നമുക്ക് സെൻറ്റർ കിട്ടും. അപ്പോൾ O0 വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയിൻ ലൈൻ വരച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഇനി ഇതിൻ്റെ ഹൈറ്റ് വേണം. ഇതിപ്പോൾ ഇൻ കേസ് നമുക്കിപ്പോൾ ഡയമെൻഷൻസ് ചെയ്യണം. ഇതൊക്കെ ഒരു കാര്യമുണ്ട്. ഈ സാധനങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ 1 2 മാർക്ക് പോകും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ
അറിയാലോ, അതിന് എല്ലാത്തിനും ഇനി അതും കൂടെ ചെയ്തുകൊണ്ട് തന്നെ 2 മണിക്കൂർ ഇതൊന്നും തീരൂല. അല്ല, കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുക. ഇത് നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചോളാം. ഇത് കൈ കൊണ്ട് ഞാൻ വരയ്ക്കുക. ഇത് സ്കെയിൽ വെച്ച് വരച്ചോളാം. ഇത് കൈ കൊണ്ട് വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ ഹൈറ്റ് 60 ആണെങ്കിൽ 60 ഇവിടെയാണ് ഡയമെൻഷൻ ചെയ്യേണ്ടത് കേട്ടല്ലോ. ഇതിൽ ഡയമെൻഷൻ ചെയ്തിരുന്നാൽ മതി, ഇതിൽ ചെയ്യാൻ നിൽക്കണ്ട. എന്താണ് അപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ സിലിണ്ടറായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്തുണ്ട്, സ്പിയർ ഉണ്ട്. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോളൊക്കെ ഇല്ലേ പോലത്തെ സാധനം. ഇനി സ്പിയർ കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അതിന് നടുക്ക് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താവും, ഹെമിസ്ഫിയർ ആവും. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞതാണ് ഇതൊക്കെ ഇല്ലേ, നമ്മുടെ തേങ്ങ ഇടയ്ക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കത്തില്ലേ. കട്ട് ചെയ്യുമ്പോൾ 2 പീസാവും. അപ്പോൾ ഒരു 2 ഹെമിസ്ഫിയറിക്കൽ ഷേപ്സ് ആവും. അപ്പോൾ ഹെമിസ്ഫിയർ നമ്മൾ ഇങ്ങനെയും വളർത്തി വയ്ക്കും, ഹെമിസ്ഫിയർ ഇങ്ങനെയും വെക്കും. അപ്പോൾ അതും കൂടെ ചെയ്യാനുണ്ട് നമുക്ക്. അത് അടുത്ത 2 വീഡിയോസിലും കൂടെ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ആയി. പിന്നെ നമുക്ക് ഐസോമെട്രിക് വ്യൂ മാറി. നമ്മൾ ഇങ്ങനെ ഈ ഒരു ബോക്സിനകത്ത് എടുത്ത് വെച്ച് ചരിച്ച് വെച്ച് നോക്കുമ്പോഴല്ലേ ഇങ്ങനെ കിട്ടുന്നത്. ആ ചരിച്ച് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സ്കെയിലുണ്ടാകുന്ന വേരിയേഷൻ, അഥവാ ഐസോമെട്രിക് സ്കെയിൽ എന്താണ്, അതെങ്ങനെയാണ്, എത്രയായിരിക്കും വരുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പരിപാടിയും കൂടി അടുത്തൊരു പാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐസോമെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമാവും.